Assalamualaikum dear friends, welcome back to Shamys Curryworld. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കപ്പ വെച്ചിട്ട് ഒരു തുള്ളി എണ്ണയോ നെയ്യോ ചേർക്കാതെ വളരെ ഹെൽത്തി ആയിട്ട് ആവിയിൽ വേവിച്ചെടുത്ത ഒരു 4 മണി പലഹാരത്തിന്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള വളരെ കുറഞ്ഞ ചേരുവകൾ വെച്ചിട്ട് ചെയ്യാനും പറ്റും. അപ്പോൾ അതെങ്ങനെ വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാൻ നോക്കാം. ഇതിനു വേണ്ടിയിട്ട് ഞാൻ ഇവിടെ 1 കിലോ കപ്പ എടുത്തിട്ടുണ്ട്. ഇനി ഇതിന്റെ തൊലിയെല്ലാം കളഞ്ഞെടുത്തിട്ട് വരാം. അപ്പോൾ കപ്പ തൊലിയെല്ലാം കളഞ്ഞ് കഴുകി എടുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലൊരു ഗ്രേറ്ററിൽ വെച്ച് നമുക്ക് ഗ്രേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ കപ്പയെല്ലാം ഞാൻ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് കഴുകേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി ഒരു മിക്സിയിലെ ജാർ എടുത്തതിന് ശേഷം അത് ഒന്ന് ചെറുതായിട്ടൊന്ന് ചതച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഞാനൊരു മിക്സിയിലെ ജാർ എടുത്തിട്ടുണ്ട്. നിങ്ങൾ എടുക്കുമ്പോൾ ചെറിയ ജാർ വേണം എടുക്കാൻ. അതുപോലെ തന്നെ കുറേശ്ശെ ഇട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ചതച്ചെടുത്തിട്ട് വരാം. കൂടുതൽ പേസ്റ്റായി പോകാൻ പാടില്ല. മതി. ഇനി നമുക്കിതൊന്ന് ചതച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഞാൻ ഇവിടെ ചതച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ വേണം കിട്ടാൻ വേണ്ടിയിട്ട്. കൂടുതൽ അങ്ങ് പേസ്റ്റായി പോകാൻ പാടില്ല. ഇനി നമുക്ക് ബാക്കിയെല്ലാം ഇതുപോലെ ചതച്ചെടുക്കാം. അപ്പോൾ എല്ലാ കപ്പയും ഞാൻ മിക്സിയിലിട്ട് ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ കണ്ടല്ലോ, ഞാൻ പറഞ്ഞതുപോലെ ഇതുപോലെ വേണം അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. നിങ്ങൾ ഒരുപാട് അങ്ങ് പേസ്റ്റാക്കാൻ പാടില്ല. ഇനി മധുരത്തിന് ആവശ്യമായ ശർക്കരയാണ് ഞാൻ എടുക്കാൻ പോകുന്നത്. ഇതുപോലെ നമ്മൾ എടുക്കുമ്പോൾ കുഞ്ഞു പീസുകൾ ഇതുപോലെ കാണാം. എന്നാൽ മാത്രമേ നമ്മൾ സ്റ്റീം ചെയ്തെടുക്കുമ്പോൾ അത് അലിഞ്ഞ് വന്നിട്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് 1 കപ്പ് ശർക്കരയാണ്. ഇതിലോട്ട് ഇട്ട് കൊടുത്തു. അപ്പോൾ നിങ്ങൾക്ക് മധുരം കുറവാണെന്നുണ്ടെങ്കിൽ 1 കപ്പ് മുതൽ 1.25 കപ്പ് വരെ എടുക്കാം. ഞാനിവിടെ 1 കപ്പാണ് എടുത്തിട്ടുള്ളത്. ഇനി ശർക്കരയുടെ ഒരു കുത്തലൊക്കെ മാറുന്നതിന് വേണ്ടിയിട്ട് ഒരു 3 മുതൽ 4 ടേബിൾ സ്പൂൺ വരെ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി അടുത്തതായിട്ട് കപ്പയുടെ പൊടിയാണ് നമുക്ക് ആവശ്യം. ഇത് എല്ലാ സൂപ്പർ മാർക്കറ്റുകളിലും വാങ്ങാൻ കിട്ടും. ഇതില്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ സാധാരണ കോൺഫ്ലവർ ഉണ്ടല്ലോ, അത് ചേർത്ത് കൊടുത്താലും മതി. ഒരു 3 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. അപ്പോൾ കപ്പപ്പൊടി എന്ന് പറഞ്ഞാൽ കപ്പ ഉണക്കി പൊടിച്ചതാണ്. അത് 3 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഏലക്കാപ്പൊടി ഒരു 1/2 സ്പൂൺ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് 1/4 സ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഞാനിവിടെ എടുത്തിട്ടുള്ളത് 1.5 കപ്പ് തേങ്ങയാണ്. അത് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ തേങ്ങയുടെ അളവ് കുറയ്ക്കാം. ഇത്രയും ഇടുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും കഴിക്കാനായിട്ട്. ഇനി നമുക്ക് ഇതെല്ലാം കൂടിയിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതെല്ലാം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ തന്നെ കാണാം ഇടയ്ക്കിടയ്ക്ക് ശർക്കര കിടക്കുന്നത്. ഇനി ഇത് ഞാൻ വാഴയിലയിലാണ് സെറ്റ് ചെയ്യാൻ പോകുന്നത്. അത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഞാനിവിടെ വാട്ടിയ വാഴയിലാണ് എടുത്തിട്ടുള്ളത്. ഈ മിക്സിൽ നിന്ന് കുറച്ച് ഒരു പിടി എടുക്കാം. ഇതിലോട്ട് നമുക്ക് വെച്ച് കൊടുത്തതിന് ശേഷം ഒന്ന് ജസ്റ്റ് ഒന്ന് പരത്തി കൊടുക്കുക. എന്നിട്ട് നമ്മളൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഷേപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി വാഴയില ഇങ്ങനെ വെച്ച് നമുക്ക് പതുക്കെ ഒന്ന് റോൾ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് സൈഡിലെ വാഴയില ഒന്ന് ജസ്റ്റ് ഒന്ന് ഇതുപോലെ മടക്കാം. എന്നിട്ട് വീണ്ടും നമ്മൾ അങ്ങറ്റം വരെ റോൾ ചെയ്ത് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ സംഭവം. ബാക്കിയെല്ലാം നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ എല്ലാം വാഴയിലയിൽ റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഞാനൊരു ഇഡ്ഡലി പാത്രം എടുത്തിട്ടുണ്ട്. അതിൽ വെള്ളം തിളപ്പിക്കാൻ വെച്ചു. ഇനി ഓരോന്നായിട്ട് ഇതിലോട്ട് വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് 20 മിനിറ്റ് മീഡിയം ഫ്ലെയിം വെച്ചിട്ട് ഒന്ന് സ്റ്റീം ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് വാഴയിലില്ലാത്തൊരു വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇതുപോലെ ഒരു പാത്രം എടുത്തതിന് ശേഷം ഒന്ന് നെയ്യ് തടവി ഒന്ന് സ്റ്റീം ചെയ്തെടുത്താൽ മതി. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. നല്ലോണം ഒന്ന് നെയ്യ് തടവി കൊടുക്കുക. നെയ്യില്ലാന്നുണ്ടെങ്കിൽ ഓയിലൊന്ന് തേച്ച് പിടിപ്പിച്ചാലും മതി. ബാക്കി വന്ന കപ്പയുടെ മിക്സ് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇട്ടതിന് ശേഷം ഇതൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ഇനി നമുക്കിതൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എല്ലാം ലെവൽ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് 20 മിനിറ്റ് ഇത് സ്റ്റീം ചെയ്തെടുക്കാം. അപ്പോൾ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് മീഡിയം ഫ്ലെയിമിൽ 20 മിനിറ്റ് സ്റ്റീം ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ആദ്യം വാഴയിൽ വെച്ച് റോൾ ചെയ്തെടുത്തത് ഇവിടെ ആയിട്ടുണ്ട്. 20 മിനിറ്റ് ആയിട്ടുണ്ട്. ഞാൻ ഫ്ലെയിം ഓഫാക്കി കൊടുത്തു. ഇനി നമുക്ക് തുറന്ന് നോക്കാം. അപ്പോൾ തന്നെ നല്ല മണം വരുന്നുണ്ട്. ഇനി തണുത്തതിന് ശേഷം നമുക്ക് വേറെ പ്ലേറ്റിലോട്ട് മാറ്റാം. അപ്പോൾ എല്ലാം തണുത്ത് വന്നിട്ടുണ്ട്. ഞാൻ ഇതിൽ നിന്ന് ഒന്നെടുത്തത് ഇല മാറ്റി കാണിക്കാം. അതുകൊണ്ടല്ലോ എത്രമാത്രം നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിപ്പുണ്ട്. നല്ല മണമൊക്കെ വരുന്നുണ്ട്. ഇങ്ങനെ നിങ്ങൾക്ക് വാഴയില ഇല്ലാന്നുണ്ടെങ്കിൽ നെയ്യ് തടവി ഒരു പാത്രത്തിൽ സ്റ്റീം ചെയ്തെടുത്താലും മതി. ഒരു 20 മിനിറ്റ് സ്റ്റീം ചെയ്തെടുത്താലും മതി. വാഴയില ഇല്ലാന്നുണ്ടെങ്കിൽ വാഴയില ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഇങ്ങനെ തന്നെ തയ്യാറാക്കി നോക്കണം. നിങ്ങൾക്കെല്ലാം ഇഷ്ടപ്പെടും. അപ്പോൾ നമ്മൾ രണ്ടാമത് പാത്രത്തിൽ വെച്ചതും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ 20 മിനിറ്റ് കഴിഞ്ഞ് ഞാൻ ഫ്ലെയിം ഓഫാക്കി ആവിയെല്ലാം പോയിട്ടുണ്ട്. ഇനി നമുക്ക് തുറന്ന് നോക്കാം. അപ്പോൾ നല്ലോണം സെറ്റായി വന്നിട്ടുണ്ട്. കറക്റ്റ് 20 മിനിറ്റ് ആകുമ്പോൾ തന്നെ ഇത് കുക്കായി കിട്ടും. ഇനി ഇതിൽ നിന്ന് നമുക്ക് മാറ്റാം.
ഇനി നമുക്ക് ഇതിൻ്റെ സൈഡെല്ലാം ഒന്ന് വിടിയിച്ച് കൊടുക്കാം. വിടിയിച്ചെടുത്തിട്ടുണ്ട്. അതാ കണ്ടല്ലോ, നല്ലോണം വരുന്നുണ്ട്. ഇനി നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം, അല്ലെങ്കിൽ ഒരു പാത്രത്തിലോട്ട് കമഴ്ത്തിയിട്ട് കൊടുക്കാം. അതാ കണ്ടല്ലോ. ഇനി നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ നമുക്കിതൊന്ന് മുറിച്ചെടുക്കാം. ഇനി ഇതാ ഈ പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ എന്താ സൈഡെല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങൾ ചെയ്യുമ്പോൾ ഇങ്ങനെയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇഷ്ടമുള്ള ഷേപ്പിൽ മുറിച്ചെടുത്താൽ മതി. അപ്പോൾ എനിക്കിവിടെ സ്ക്വയർ ഷേപ്പിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തെടുത്തത്. അപ്പോൾ അതാ ഞാൻ എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതാ നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും തീർച്ചയായിട്ടും ഇത് തയ്യാറാക്കി നോക്കണം. നിങ്ങൾക്കെല്ലാം ഇഷ്ടപ്പെടും. നല്ല ടേസ്റ്റാണ്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വെറൈറ്റി ഡിഷുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്